ഇന്ന് ഫെബ്രുവരി 25 ഭാരതത്തിൻ്റെ പ്രഥമ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട റാണി മരിയായുടെ തിരുനാൾ നാം ആചരിക്കുന്ന ദിനം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുല്ലുവഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ മേരിക്കുഞ്ഞെന്ന പിഞ്ചു ബാലിക, പിന്നീട് അവൾ കർത്താവിൻ്റെ അനന്തകരുണയാൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന മഹാകുടുംബത്തിൻ്റെ അംഗമായി മാറാൻ ദൈവം ഇടവരുത്തി. സിസ്റ്റർ റാണി മരിയ തൻ്റെ വിളിക്കുള്ളിലെ വിളി ലഭിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹമറിയിക്കുവാൻ വേണ്ടി യാത്രയായി. പ്രിയപ്പെട്ടവരെ, റാണി മരിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു യുവതിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറയാനിടയായ ഒരു കാര്യം, സിസ്റ്ററെ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, കൊതി തീരും മുൻപേ കടന്നുപോയല്ലോ. സിസ്റ്ററെ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, കൊതി തീരും മുൻപേ കടന്നുപോയല്ലോ. പ്രിയപ്പെട്ടവരെ, റാണി മരിയയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ആഴമായ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അവഗണിക്കപ്പെട്ടവർക്കും പാവങ്ങൾക്കും വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. അവരെ സ്നേഹിച്ച് അവളുടെ കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വെള്ളം കൊടുത്തും ഭക്ഷണം നൽകിയും പാർപ്പിടം നൽകിയും അവർക്ക് വേണ്ടി വഴിവെട്ടിയും അവൾ സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന നാളുകൾ. അവളുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ചില ഹൃദ്യമായ അനുഭവങ്ങളുണ്ട്. അതായത്, ഉദയനഗറിലൊക്കെ മഴക്കാലത്ത് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായി തീരും. ഗവൺമെൻറ്റിനോട് ചെന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടി അവൾ വഴി ശരിയാക്കാനായിട്ട് അഭ്യർത്ഥിക്കും. ആരും അത് ശ്രദ്ധിക്കാറേയില്ല. പക്ഷേ റാണി മരിയ ഒരു പ്രാവശ്യം ചെയ്ത സാഹസിക കൃത്യം ഇതാണ്. ഗ്രാമീണരെ വിളിച്ചുകൂട്ടി നദിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കട്ടക്കല്ലു പെറുക്കിയെടുത്ത് റോഡുകളിൽ നിരത്തി. അങ്ങനെ അത് സഞ്ചാരയോഗ്യമാക്കി തീർത്തപ്പോൾ അനേകം പ്രഭുക്കന്മാരും ജന്മിമാരും അവളെ കളിയാക്കി ചിരിച്ചു. പക്ഷേ എങ്കിലും അവൾ പിന്തിരിഞ്ഞില്ല. രണ്ടാമത്തെ സംഭവം ഞാൻ ഓർക്കുന്നത്, സിസ്റ്റർ റാണി മരിയയും കൂടെയുള്ള സിസ്റ്റേഴ്സും കൂടി അക്ഷരജ്ഞാനമില്ലാത്തവർക്ക് അക്ഷരജ്ഞാനം നൽകുവാൻ വേണ്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഇരുമ്പ് വടിയുമായിട്ട് അവരെ അടിക്കാൻ വേണ്ടി ഓടി വരികയാണ്. ഗ്രാമത്തലവൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ നിമിത്തം അവർ ആ വലിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും പാവങ്ങളോടുള്ള പ്രത്യേക സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവളിത് ചെയ്തതെന്ന്. അങ്ങനെയല്ല. ക്രിസ്തുവും റാണി മരിയയും തമ്മിൽ ആഴമായ ബന്ധമുണ്ടായിരുന്നു. അതായത്, ന്യൂജനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു റാണി മരിയയുടെ ചങ്കായിരുന്നു, റാണി മരിയ ക്രിസ്തുവിൻ്റെ ചങ്കായിരുന്നു. അതിന് തെളിവുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും തെളിവുണ്ട്. കാരണം റാണി മരിയാസ് റൈറ്റിങ്സ് എന്ന മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവൾ എഴുതി വച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ധ്യാനത്തിൻ്റെ സമയത്ത് റാണി മരിയ കർത്താവിന് സകലതും സമർപ്പിച്ച് സ്വസ്ഥമായി അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ എന്തോ യാചനാരൂപത്തിൽ അവളുടെ അടുക്കലേക്ക് വന്നു എന്നാണ് അവൾ എഴുതി വച്ചിരിക്കുക. എന്നിട്ട് ഈശോ എന്തോ പറയാൻ മടിക്കുന്നത് പോലെ. അപ്പോൾ റാണി മരിയ ഒരു സ്നേഹിതനോട് എന്ന പോലെ ഈശോയോട് ചോദിച്ചു, ഈശോയെ, എന്താണ് നിനക്കെന്നോട് പറയാനുള്ളത്? എന്തിനാണ് മടിക്കുന്നത്? എന്നോട് പറയ. ഇവളുടെ ജിജ്ഞാസയും ആകാംക്ഷയും കണ്ട് ഈശോ പറഞ്ഞു, മകളെ, നമുക്കൊരു കൈമാറ്റം നടത്താനുണ്ട്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. മകളെ, നമുക്ക് ഒരു കൈമാറ്റം നടത്താനുണ്ട്. അവൾ ചോദിച്ചു, എന്ത് കൈമാറ്റമാണ് ഈശോയെ? എന്താണെങ്കിലും നീ എന്നോട് പറഞ്ഞു. ഈശോ പറഞ്ഞു, നമുക്ക് തമ്മിൽ ഹൃദയങ്ങൾ ഒരു കൈമാറ്റം നടത്തണം. എൻ്റെ വലിയ ഹൃദയം നിൻ്റെ ചെറിയ ഹൃദയത്തിലേക്ക് ഞാൻ തരാം. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഈശോയെ, ഇതിലും വലിയ ഭാഗ്യം എനിക്കുണ്ടോ? അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഈശോ പറഞ്ഞു, മോളെ, അതിന് വലിയ 2 വേദനയിലൂടെ നീ കടന്നു പോകണം. ഒന്നാമത്തെ വേദനയെന്ന് പറയുന്നത്, നിൻ്റെ ചെറിയ ഹൃദയം ഞാൻ അവിടുന്ന് പറിച്ചെടുക്കുമ്പോൾ നിനക്ക് വല്ലാതെ വേദനിക്കും. രണ്ടാമത്തേത്, എൻ്റെ വലിയ ഹൃദയം അവിടെ വയ്ക്കണമെങ്കിൽ നിൻ്റെ ചെറിയ ഹൃദയം വരുന്ന സ്ഥലം ഞാൻ നന്നായി ചെത്തി മിനുസപ്പെടുത്തണം, അത് വലുതാക്കണം. അത് വലിയ വേദനയുടെ സമയമായിരിക്കും. ഇത് കേട്ടപ്പോൾ ഞാനങ്ങ് അമ്പരപ്പെട്ടു പോയി. എന്നിട്ട് അവൾ എഴുതി ചേർത്തിരിക്കുന്നു, ഇത് കേട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ, സാരമില്ല, വേദനയൊക്കെ ഞാൻ സന്തോഷത്തോടെ സഹിച്ചോളാം. നിൻ്റെ വലിയ ഹൃദയം എനിക്ക് തരുമല്ലോ, എനിക്കത് മതി. അവൾ എഴുതി വെച്ചിരിക്കുന്നു, അതിനുശേഷം ഈശോ എൻ്റെ മുൻപിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് അവൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു, ഈശോയെ, നിൻ്റെ വലിയ ഹൃദയം എനിക്ക് തരണമേ.
ഈ വലിയ ഹൃദയവുമായിട്ട് അവൾ യാത്ര ചെയ്തതുകൊണ്ടാണ് സകലരെയും ഉൾക്കൊള്ളാൻ അവൾക്ക് സാധിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു പള്ളിയിലിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും എൻ്റെ കൂടെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, സിസ്റ്ററെ, റാണി മരിയ സിസ്റ്ററിൻ്റെ ആരാണ്? ഞാൻ പറഞ്ഞു, റാണി മരിയ എൻ്റെ ചേച്ചിയാണ്. അദ്ദേഹം ഓർത്തു ഞാൻ അദ്ദേഹത്തെ കളിയാക്കുന്നതാണെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ, റാണി മരിയ എൻ്റെ ചേച്ചിയാണ്, കാരണം ഞങ്ങൾ ഒരേ കോൺഗ്രിഗേഷനിലെ ഒരേ സഭയിലെ അംഗങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ, ഞാൻ മണിക്കൂറുകളായി ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും അടുത്ത് റാണി മരിയ വന്ന് നിൽക്കുന്നതായി ഞാൻ കണ്ടില്ല. സിസ്റ്റർ വന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ അവൾ സിസ്റ്ററിനെ വിട്ടുമാറാതെ കൂടെയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആമോസിൻ്റെ പുസ്തകം അധ്യായം 3 7-ാം തിരുവചനം പറയുന്നു, തൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ പ്രവാചകർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. റാണി മരിയ ഒരു വലിയ വിശുദ്ധിയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവളുടെ സഹോദരി സെൽമി രോഗബാധിതയായപ്പോൾ ചികിത്സാർത്ഥം അവർ കേരളത്തിലേക്ക് വന്ന് ഏതാനും ദിവസം സ്വന്തം ഭവനത്തിൽ താമസിച്ചു. കരിസ്മാറ്റിക്കുകാർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഏറെ താമസിയാതെ ഈ ഭവനത്തിൽ നിന്ന് ഒരു വലിയ വിശുദ്ധി ഉണ്ടാകും. റാണി മരിയ സെൽമിയോട് പറഞ്ഞു, മോളെ, നീയാണ് ആ വിശുദ്ധ, നീ നന്നായിട്ട് ഒരുങ്ങണം കേട്ടോ, സഹനങ്ങളൊന്നും കളയരുത്. പക്ഷേ 1991 ഇത് സംഭവിക്കുന്നതെങ്കിൽ 1995 റാണി മരിയായുടെ ദാരുണാന്ത്യം നടക്കുന്നതും അവൾ പിന്നീട് ഭാരതസഭയിലെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തപ്പെടുന്നതും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ദിനത്തെ സന്ദേശം ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം അധ്യായം 10 6-ാം തിരുവചനം, നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധമായ ജലവും, ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തർ. പ്രിയപ്പെട്ടവരെ, റാണി മരിയയുമായി നമ്മൾ ഈ വചനത്തെ ബന്ധപ്പെടുത്തിയാൽ മേരിക്കുഞ്ഞ് എന്ന കൊച്ചരുവി, രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു അവളെ പരിഗ്രഹിച്ച് റാണി മരിയ എന്ന രാജ്ഞിയാക്കി മാറ്റി. അതിനുശേഷം അവൾ ഭാരതത്തിൻ്റെ പ്രഥമ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട റാണി മരിയായി മാറി. പ്രകാശവും സൂര്യനും സമൃദ്ധമായ ജലവും അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനദി. ഈ മഹാനദിയിലേക്ക് അവൾ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. എന്തിനാണെന്നോ? നമ്മെയും ക്രിസ്തുവിൻ്റെ പക്കലേക്ക് എത്തിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഉള്ളു പ്രിയപ്പെട്ടവരെ. റാണി മരിയയുടെ തിരുനാൾ ദിനം അവൾ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യം മാത്രം, നീയും ഞാനും ഈശോയുടെ ചങ്കാകുക. ഈശോ എൻ്റെയും നിൻ്റെയും ചങ്കായി മാറട്ടെ. അങ്ങനെ ഈ ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, റാണി മരിയായെ നിഷ്ഠൂരം വധിച്ച് ഘോരവനത്തിലേക്ക് തള്ളിക്കളഞ്ഞ് അവളുടെ നാമം ഈ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കാൻ ഉദ്യമിച്ചവർക്ക് തെറ്റുപറ്റി. പ്രകാശവും സൂര്യനും സമൃദ്ധമായ ജലവും നൽകുന്ന മഹാനദിയായി അവളെ ദൈവം മാറ്റി. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എൻ്റെയും നിൻ്റെയും ചങ്കായി മാറിയാൽ ഈ ലോകത്ത് ഒരു മനുഷ്യനും നമ്മെ തൊടാൻ സാധിക്കുകയില്ല. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.